ഇന്നല്ലേ നമ്മൾ മുത്തുമലൈ മുരുകൻ ടെമ്പിളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വന്നിട്ട് കോയമ്പത്തൂർ ജില്ലയിലെ കിണത്തുക്കടവ് എന്നുള്ള സ്ഥലത്തുള്ള അടുത്തുള്ള മുത്തുക്കൗണ്ടന്നൂരിലാണ് ഈ മുത്തുമലൈ മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ ശാന്തവും പ്രകൃതി ഭംഗിയും എല്ലാം നിറഞ്ഞ ഒരു ചെറിയൊരു കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കാറെടുത്തിട്ട് നടക്കേണ്ട ആവശ്യമില്ല. കാറെടുത്തിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ആ സ്റ്റെപ്പ് വരയ്ക്കും നമ്മൾക്കവിടെ കാർ പാർക്കിങ്ങിനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ കയറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വളരെ സൗകര്യമുണ്ട്. അതിൻ്റെ അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വന്നിട്ട് ദണ്ഡായുധപാണിയായ മുരുക ഭഗവാനാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അവിടുത്തെ ഉള്ളിലൊക്കെ ധാരാളം പിക്ചേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസൊക്കെ ഉള്ള ഓരോരോ ഫോട്ടോസായിട്ട് ഇങ്ങനെ മുകളിൽ ധാരാളം ഉണ്ട്. അതിൻ്റെ താഴെയൊക്കെ മാർബിൾ കൊണ്ടാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ മുത്തുമലൈ മുരുകൻ എന്ന് ഇങ്ങനെ പേര് വരാൻ കാരണം മയിലിൽ ലോകം ചുറ്റുമ്പോൾ ഈ ലോകം ചുറ്റുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്രൗണിൽ നിന്നിട്ട് ഒരു മുത്ത് ഈ കുന്നിൻ പുറത്ത് വീണു. അപ്പോൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഈ കുന്നിൻ പുറത്ത് വന്നു എന്നാണ് വിശ്വാസം. അങ്ങനെയാണ് ഈ മുത്തുമല എന്ന് പേര് വരാൻ കാരണം. പിന്നെ നമ്മളിവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അത് ഫുള്ളും അവിടെ ഇതാണ് നല്ല കോക്കനട്ട് ഫാമൊക്കെ ഉണ്ട്. ഈ ഫാമിൽ നിന്നുള്ള കാറ്റുകളും നല്ലൊരു വൈബാണ് ഇവിടെ ഇരിക്കാൻ. കുറച്ച് നേരം ഇരുന്ന് ആസ്വദിക്കാനും നല്ല പോസിറ്റീവ് വൈബാണ്. പിന്നെ ക്ഷേത്രത്തിന് ചുറ്റും നടപ്പാതയൊക്കെ അവിടെ കല്ലിൽ പതിച്ച നല്ല ഒരു രസമുണ്ട്. നല്ല പോസിറ്റീവ് വൈബൊക്കെ ഉണ്ട്. അതിൻ്റെ സീലിങ്സിലാണെങ്കിലും അങ്ങനെ കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ്സാണ്. അങ്ങനെ കണ്ടിരിക്കാനും തോന്നും. പിന്നെ കുറച്ച് നേരം ഇരിക്കാനും തോന്നും. ഞങ്ങൾ പോയ സമയത്ത് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു നന്നായിട്ട് ഇതെല്ലാം അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ പൊള്ളാച്ചിയിൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആക്ച്വലി. പിന്നെ പ്രധാന വിശേഷം വന്നിട്ട് തൈപ്പൂയവും സ്കന്ദഷഷ്ഠി. ഈ സമയത്തൊക്കെ ധാരാളം തിരക്കുണ്ടാകും. അതിൻ്റെ കുന്നിൻ മുകളിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും പച്ചപ്പും എല്ലാം നിറഞ്ഞ ഒരു സുന്ദരമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. ആൾവേസ് നമ്മളത് അട്രാക്റ്റ് ചെയ്യും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ പ്രസാദം ലെമൺ റൈസ്, കേർഡ് റൈസും പിന്നെ ഇതും സ്വീറ്റ് പൊങ്കലുമാണ്. അത് കഴിച്ച് വയറ് ഫുള്ളായി. കാരണം കുറച്ചല്ല, കുറച്ചധികം തരും. ഒരു പ്ലേറ്റ് ഫുള്ളും പ്രസാദം തരും.